ഈ സമീപ കാലങ്ങളിലെല്ലാം തന്നെ നമ്മൾ ചർച്ചയായി അല്ലെങ്കിൽ 1-2 വർഷങ്ങളായി തന്നെ തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങൾ. വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഈ വന്യജീവികളുടെ ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. അത് കടുവയായിക്കോട്ടെ, പുലിയായിക്കോട്ടെ, ആനയായിക്കോട്ടെ, കാട്ടുപന്നി, കാട്ടുപോത്ത് തുടങ്ങി വിവിധ വന്യജീവികൾ ഇങ്ങനെ ആക്രമിക്കുക, കൊലപ്പെടുത്തുക. നമുക്കൊട്ടേറെ ജീവനുകൾ നഷ്ടമായിരിക്കുന്നു. വലിയ കണക്കാണ് ഓരോ വർഷത്തെയും കണക്ക്, ഈ അടുത്ത സമീപകാലത്തെ വർഷങ്ങളിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിന്മേൽ എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളത് തുടർച്ചയായി ഉയർന്നു നിൽക്കുന്ന ചോദ്യവുമാണ്. ഇന്ന് സംസ്ഥാനത്ത് ഈ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30 യോഗം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. ടിൻഡു ദാസ് ചേരുന്നു വിവരങ്ങളുമായി. ടിൻഡു, ഗുഡ് മോർണിംഗ്. ഈ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ യോഗം ചേരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. പ്രതിഷേധം ശക്തമായതുകൊണ്ട് കണ്ണിൽ പൊടിയിടാൻ ചില യോഗങ്ങൾ ചേരുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൽ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. കേൾക്കുമ്പോൾ വലിയ ആശാവഹം എന്ന് തോന്നാം. പക്ഷേ ഒന്നും തന്നെ നടപ്പിലാകുന്ന സാഹചര്യവുമില്ല. ഇന്ന് നടക്കുന്ന യോഗം എന്തൊക്കെയായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക? അതിൽ പങ്കെടുക്കുന്നവരിൽ പ്രധാനപ്പെട്ടവരാരൊക്കെയാണ്? വീണ, നമസ്കാരം. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണം തുടർക്കഥയാവുന്ന സാഹചര്യത്തിലാണ് വനം മന്ത്രി വനം വകുപ്പ് മേധാവിയോട് അടിയന്തരമായിട്ടൊരു യോഗം വിളിച്ചു ചേർക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഇന്ന് ഈ യോഗം ചേരും. വനം വകുപ്പിലെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ എല്ലാ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലെ മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് PRT എന്നൊരു സേനാംഗത്തെ രൂപീകരിക്കുക, അതായത് പ്രൈമറി റെസ്പോൺസ് ടീം, അതായത് സന്നദ്ധ സംഘടനകളെയും അതോടൊപ്പം തന്നെ പ്രദേശത്തെ നാട്ടുകാരിൽ ഈ ടീമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രൈമറി റെസ്പോൺസ് ടീമിനെ ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു മുന്നൊരുക്കങ്ങൾ, അതായത് വന്യജീവി അല്ലെങ്കിൽ കാട്ടാന ആക്രമണത്തിന് മുന്നോടിയായിട്ട് ഒരു റെസ്പോൺസ് ടീം തയ്യാറാക്കി അവരിൽ നിന്നും ആദ്യം ഇത്തരത്തിലുള്ള മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ആ മൃഗങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി വനം വകുപ്പിനെ അറിയിക്കുക എന്നതായിരിക്കും ലക്ഷ്യം. അത്തരത്തിലൊരു PRT ടീമിനെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ നിയോഗിക്കുക എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ അല്ലെങ്കിൽ യോഗത്തിന്റെ അജണ്ട എന്ന് പറയുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തുടർക്കഥയായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാട്ടാന ആക്രമണം, അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണം. ഇതിലൊരു തീരുമാനം അല്ലെങ്കിൽ ഇതിലൊരു അറുതി ഉണ്ടാക്കാനായിട്ട് സംസ്ഥാന സർക്കാരോ വനം വകുപ്പോ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് സന്നദ്ധ സംഘടനകളെയും നാട്ടുകാരെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു PRT ടീമും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും നടക്കുമോ എന്ന കാര്യത്തിലേക്ക് ആലോചന വരുന്നതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ RRT ടീമിൽ നിന്നുള്ള, അതായത് മറ്റു വകുപ്പുകളിലെ മറ്റു മേഖലകളിലെ RRT ടീമിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വനം വകുപ്പിലെ ഗവേഷകർ തുടങ്ങിയ ആളുകളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ കാട്ടാന ആക്രമണങ്ങൾ അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നത്, എവിടെയാണ് സർക്കാരിനെ പിഴച്ചു പോയിട്ടുള്ളതെന്ന് ഇതുവരെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ യോഗത്തിൽ പല വിഭാഗങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കും, അതിൽ നിന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനടി യോഗങ്ങൾ ചേരുന്നത് കണ്ടിട്ടുണ്ട്. അതിലെല്ലാം ഇതുപോലെ അഭിപ്രായങ്ങൾ ആരായുന്നു, നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്നു, തുടർന്ന് തീരുമാനങ്ങളിലേക്ക് എത്തുന്നു. പക്ഷേ അന്ന് എടുത്ത തീരുമാനങ്ങളിൽ എന്തൊക്കെ നടപ്പിലായി എന്ന വിലയിരുത്തൽ കൂടി ഈ യോഗത്തിൽ ഉണ്ടാകുമോ? അതുണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും വീണ, അത് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത്തരത്തിൽ എന്തൊക്കെ നടപ്പിലായി എന്നൊരു ആ ഒരു അനലിറ്റിക്കൽ പ്രോസസ്സ് ഇതുവരെ ഒരു യോഗങ്ങളിലും നടന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ യോഗത്തിലും അത് നടക്കുന്നുണ്ടോ എന്നൊരു കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. കാരണം നമുക്കറിയാം, FFW ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാരും വനം വകുപ്പും ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് ഈ വനാതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കൊണ്ടുവന്നു. ആനത്താര കോരുന്നതും അതോടൊപ്പം തന്നെ ചെക്ക് ഡാമുകൾ നിർമ്മിക്കുന്നതും ആനകൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുന്ന പദ്ധതികൾ
ഈ കാട്ടുകൊന്ന വെട്ടിക്കളയുന്ന പദ്ധതികൾ, ഇതൊക്കെ സമഗ്രമായിട്ട് എല്ലാ വർഷവും ഒക്കെ കൊണ്ടുവരുന്ന പദ്ധതികൾ. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനാതിർത്തി എവിടെ തുടങ്ങുന്നു, അതിൽ ഗ്രാമാതിർത്തി എവിടെ തുടങ്ങുന്നു എന്നുള്ള അതിർത്തി പോലും കണ്ടെത്താനായിട്ടുള്ള സർവേകൾ പോലും വിജയിച്ചിട്ടില്ല. അത്തരം സർവേകളൊക്കെ നടത്തി ഈ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറയുമ്പോഴും അതിൻ്റെ ആ പദ്ധതികൾ എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അത് ഈ പദ്ധതികൾ മുടങ്ങാൻ കാരണം, ഈ അതിർത്തികൾ കണ്ടുപിടിക്കാൻ പോലും എന്തുകൊണ്ട് സർക്കാരിനും വനം വകുപ്പിനും സാധിക്കുന്നില്ല എന്നും ഈ ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓരോ പദ്ധതികളും അത് കൊണ്ടുവരുന്ന സമയത്ത് മുന്നിൽ ഏർപ്പെടുത്തിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ അത് സമഗ്രമായിട്ട് അല്ലെങ്കിൽ അത് ഫലപ്രദമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് പോലും സർക്കാരിനോ അല്ലെങ്കിൽ വനം വകുപ്പിനോ അത് അനലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ യോഗവും കടന്നു പോകുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ടീമിനെ അല്ലെങ്കിൽ PRT എന്ന് പറയുന്ന ഒരു ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകുക, അത്തരത്തിലുള്ള റെസ്പോൺസ് ടീം മാത്രമാണ് ഈ വന്യമൃഗങ്ങൾ ഇത്തരത്തിൽ പുറത്തിറങ്ങുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരു റെസ്പോൺസ് ടീം തയ്യാറാക്കുക എന്ന് മാത്രമാണ് സർക്കാരിൻ്റെ പക്കൽ അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ പക്കൽ ഇപ്പോഴുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്. ആ അജണ്ട ആയിരിക്കും ഇന്ന് ചർച്ച ചെയ്യുക. മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 2:30 ഇന്ന് തിരുവനന്തപുരത്ത് വനം ആസ്ഥാനത്താണ് ഈ യോഗം ചേർന്നത്. യോഗത്തിനു ശേഷം എന്താണ് തീരുമാനമെന്ന് അത് അറിയിക്കുന്നതായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഈ അറുതിയില്ലാത്ത കാട്ടാന ആക്രമണം, അറുതിയില്ലാത്ത വന്യജീവി ആക്രമണം, ഇതൊക്കെ പരിഹരിക്കാൻ വനം വകുപ്പ് ഇപ്പോഴും പ്രാപ്തിയായിട്ടില്ലേ എന്നതാണ് ഒരു ചോദ്യം. വീണ. ഓക്കെ, ശരി ടിൻഡു. ഏതായാലും പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ മറ്റൊരു യോഗം കൂടി ചേരുകയാണ്. അപ്പോൾ ഇനി ആ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെ നടപ്പിലാക്കാൻ കഴിയുമോ, നടപ്പിലാക്കുന്നതായിരിക്കുമോ കൈക്കൊള്ളുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം.